നമസ്കാരം. മമതാ ബാനർജിയും അനുയായികളും തങ്ങളെ കൊണ്ട് പറ്റുന്ന വിധമെല്ലാം ശ്രമിക്കുന്നുണ്ട് സന്ദേശ് ഖാലിയിലെ സംഘർഷങ്ങൾ തണുപ്പിക്കുന്നതിന് വേണ്ടി. ആ സന്ദേശ് ഖാലി പ്രതിഷേധം തങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള ഉത്തമ ബോധ്യം തൃണമൂൽ കോൺഗ്രസിന് ഉണ്ട് താനും. എന്തായാലും നിരവധി സ്ത്രീകളാണ് ലൈംഗിക അതിക്രമത്തിനും ഭൂമി തട്ടിയെടുത്തതിനും ഒക്കെ ഷാജഹാൻ ഷെയ്ഖ് എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവിനെതിരെ രംഗത്തെത്തിയിരുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഷെയ്ഖ് എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വൃത്തം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്രമ ബാധിത പ്രദേശത്ത് നിന്നുള്ള സമീപകാല സംഭവങ്ങളിൽ സന്ദേശ് ഖാലിയിലെ പ്രദേശവാസികളിൽ നിന്നും ഭൂമി കയ്യേറിയ കേസിൽ ഇപ്പോൾ ഷെയ്ഖിന്റെ സഹോദരൻ സിറാജിനെതിരെ എഫ്ഐആർ പോലീസ് ഇട്ടിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടിക്രമം മാത്രമാണ് എന്ന് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുകയും ചെയ്യും. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നുള്ള ആരോപണത്തിൽ രോഷം പ്രകടിപ്പിച്ച കൽക്കത്ത ഹൈക്കോടതി അവിടെ സ്വമേധയാ കേസെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിനു മുൻപും കോടതി അവിടെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടായിരുന്നു. സന്ദേശ് ഖാലിയിൽ നടക്കുന്നതായി പറയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണുള്ളത്. ഈ രണ്ട് വിഷയങ്ങളും സാധാരണ ജനത്തിന് വിറയൽ ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. ഒന്ന്, ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നു എന്നതാണ്. രണ്ടാമത്തേതാവട്ടെ തോക്കു ചൂണ്ടി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്നതാണ്. ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നും നിയമം പാലിക്കാൻ കോടതികൾ ഈ രാജ്യത്തുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഈ രാജ്യത്തെ ഓരോ പൗരനും മനസമാധാനമായി കിടന്നുറങ്ങുന്നതെന്നും കൊൽക്കത്ത ഹൈക്കോടതി ജസ്റ്റിസ് സിംഗ് റോയ് പറഞ്ഞിരുന്നു. ഇതൊക്കെ പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി എന്ന വിഷയത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട്. നിലവിൽ മമതാ ബാനർജി ആവട്ടെ സംസ്ഥാനത്തൊട്ടാകെ ഒരു രാഷ്ട്രീയ യാത്ര നടത്താൻ ഒരുങ്ങുകയാണ്. സന്ദേശ് ഖാലി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ള വലിയ ഭയം മമതാ ബാനർജിക്ക് ഉണ്ട് താനും. മാത്രമല്ല, രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പശ്ചിമ ബംഗാളിൽ BJP ഇത്തവണ നേട്ടം കൊയ്യും, അവിടെ തൃണമൂൽ കോൺഗ്രസ് തകർന്നടിയും എന്ന് തന്നെയാണ്. നിലവിൽ ഈ ആരോപണ വിധേയനായ ഷാജഹാൻ ഷെയ്ഖിന്റെ സഹോദരനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ സംഘർഷം തണുപ്പിക്കാൻ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും എല്ലാ ശ്രമങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ശ്രമങ്ങൾക്കൊക്കെയുള്ള തിരിച്ചടിയാണ് സന്ദേശ് ഖാലിയിൽ ഓരോ മണിക്കൂറിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ പരമ്പരകൾ. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.